പ്രിയപ്പെട്ടവരെല്ലാവരും നമസ്കാരം. നമ്മുടെ വളരെ മനോഹരമായി ഭക്തിനിർഭരമായ സാഹചര്യത്തിൽ ആറ്റുകാൽ പൊങ്കാല സമാപിച്ചു. കൊല്ലത്തെ കോർപ്പറേഷൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന്റെ അവസാന ഘട്ടമായിട്ടുള്ള ശുചീകരണം, നഗര ശുചീകരണം 80% പൂർത്തിയാക്കി. ഏറ്റവും കൂടുതൽ ജലത്ത് കയറിയ പൊങ്കാല ആയതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും പട്ടണത്തിൽ നിന്ന് പോകാനുള്ള കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നതുകൊണ്ട് റോഡ് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാലിന്യം കൊണ്ട് നിക്ഷേപിക്കാൻ പോയ ടിപ്പറുകൾ തിരിച്ചു വരാൻ വേണ്ടി പ്രതീക്ഷിച്ചതിനേക്കാൾ ഓരോ ടിപ്പർ മണിക്കൂർ വീതം വൈകിയെത്തി. അതുകൊണ്ട് ഉള്ള ഇടറോഡുകളിലുള്ള മാലിന്യം മാത്രമാണ് ഇനി മാറ്റി ഡംപിംഗ് യാർഡിലേക്ക് മാറ്റാനുള്ളത്. ബാക്കി 80% നഗരത്തിന്റെ ശുചീകരണം പൂർത്തിയായി കഴിഞ്ഞു. നമ്മൾ നിശ്ചയിച്ച സമയത്ത് തന്നെ കൃത്യമായ 8:30 തന്നെ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ കൃത്രിമ മഴ പെയ്ത് നഗരം ശുചീകരിക്കണമെന്ന് കോർപ്പറേഷൻ തീരുമാനിച്ച് അതേ സമയത്ത് തന്നെ ചെയ്യാൻ സാധിച്ചു. ഞാൻ ഈ അവസരത്തിൽ നാളെ പത്രസമ്മേളനം നടത്തി എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് അവലോകനം ചെയ്ത് റിപ്പോർട്ട് പറയുന്നുണ്ട്. അതിനു മുൻപ് ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാരും അതോടൊപ്പം തന്നെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾ സഹകരിച്ചു. ഇപ്പോൾ 250 ലോഡ് വെള്ളം തിരുവനന്തപുരം പട്ടണം കഴുകി വൃത്തിയാക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കൃത്രിമ മഴ പെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ വർഷം മുതൽ അവരുടെ തന്നെ തരങ്കിണി ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്ന മിസ്റ്റ് കൂടി അത്തരത്തിലുള്ള ഒരു പ്രയോഗം കൂടി അവർ നടത്തുന്നുണ്ട്. അത് ഞാനും കണ്ടിട്ടില്ല, കണ്ടു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും സെക്രട്ടറിയും ഉണ്ട്, രക്തശാലിമൽ ചെയർമാൻ, ഡെപ്യൂട്ടി മേയറായിരുന്നു വെള്ളയമ്പലം, അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ ഓഫീസ് ഭാഗത്തിന് നേതൃത്വം കൊടുത്ത് സത്യവതി ഇപ്പോൾ തമ്പാനൂർ ഭാഗത്തുണ്ട്. തമ്പാനൂർ ഒരു രഞ്ജനുണ്ട്. നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പാറ്റൂർ രാധാകൃഷ്ണനും സിന്ധു ശശി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അവരുൾപ്പെടെയാണ് സ്റ്റാച്ചു ഉള്ളത്. ചെമ്പഴി ഉദയചേട്ടനായിരുന്നു തമ്പാനൂർ ഉൾപ്പെടെ ആ പ്രദേശങ്ങൾ, തമ്പാനൂർ അരിസ്റ്റോ ബേക്കറി ജംഗ്ഷൻ ആ പ്രദേശങ്ങളിലൊക്കെ നേതൃത്വം കൊടുത്ത് CS മഞ്ജു റോഡിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ഇടവിട്ടേക്കുന്ന കിളിപ്പാലം കരമന ഭാഗത്തൊക്കെയുണ്ട്. അപ്പോൾ എല്ലാവരും നിശ്ചയിച്ച ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റിയിട്ട് സെക്രട്ടറി രാവിലെ മുതൽ ഞങ്ങളോടൊപ്പം എല്ലാ സ്ഥലങ്ങളിലൂടെ ഇനിയും ഇടറോഡുകളിലൊക്കെ പൂർത്തിയാക്കി എല്ലാവരും വീട്ടിൽ പോയ ശേഷം മാത്രമേ ഞങ്ങൾ തിരിഞ്ഞു പോവുകയുള്ളൂ. ഭക്ഷണമൊക്കെ ശുചീകരണ ജീവനക്കാർക്ക് എത്തിച്ചു കൊടുത്തു. എല്ലാം നടന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നാളെ രാവിലെ വിശദമായി പറയാം. എന്തായാലും നമ്മൾ നഗരം കൃത്യമായി പറഞ്ഞ സമയത്ത് തന്നെ കഴുകി വൃത്തിയാക്കാനുള്ള നടപടി ആരംഭിക്കുകയാണ്. ഇത്രയും നേരം സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. ജനങ്ങൾക്കൊക്കെ നന്ദി അർപ്പിക്കുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇത് വിളക്കുകുളത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട അത് കുഴപ്പമില്ല. ഇവിടെയാണ് എല്ലാവരും നിൽക്കുന്നത്. ഈ സൈഡ് അപ്പുറത്തുനിന്നാൽ ഓക്കെ. നേരെ കുറച്ച് ഇങ്ങോട്ട് തിരിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ നീ അവിടെ നിൽക്കുന്നതിന് ഞാൻ കണ്ടില്ല. മഴ പെയ്യാൻ പോവുകയാണ്. കുറച്ചൊന്ന് മാറിയത് കൂടുതലാണ്
എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് വരാൻ പാടില്ല. ആളുകൾ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. അവകാശം കുറച്ച് വായിക്കോ, കുറച്ച് വായിക്കോ. അനുഭവമില്ല, അനുഭവമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അറിയാം പറയും തലക്കൂടെ വെള്ളം വീഴും. ആർക്ക് തലക്കൂടെ വീഴും. തുടരുന്നില്ല ഏട്ടാ, തുടരുന്നില്ല. രാവിലെ ട്രെയിനിൽ ഞങ്ങൾ പോയി മൊബൈൽ ഇനിയും വരാം. അവരെല്ലാം കൂടെ ഒരു സൈഡിൽ ഇരിക്കുന്നു. നിങ്ങളെല്ലാം ഒരു സൈഡിൽ ഇരുന്നാൽ മതി. ചേച്ചി അങ്ങോട്ട് അങ്ങോട്ട് കയറി ഇവിടെ വേണ്ട, അവിടെ മതി മതി മതി. ചേട്ടാ ചേട്ടാ കുറച്ച് വൈഡായിട്ടിരിക്കും. വൈഡാ എല്ലാവരും കുറച്ച് വൈഡായിട്ടൊന്നും എല്ലാവരെയും കിട്ടും. കുറച്ചുകൂടെ ബാക്കിലോട്ട് നിന്നാലേ വണ്ടിയുടെ ഹെഡ്ലൈറ്റ്